കെ.ടി. ജലീലിന്റെ വെളിപ്പെടുത്തലുകൾ ശരിവെച്ച് പി.കെ. ഫിറോസ്. ദുബായ് കമ്പനിയിൽ ലക്ഷങ്ങൾ വരുമാനമുള്ള ജോലിയുണ്ട്, നിരവധി ബിസിനസ് സംരംഭങ്ങളുണ്ടെന്നും ഫിറോസ് സമ്മതിച്ചു. അതേസമയം ഫിറോസിന്റെ കണക്കുകളൊന്നും ശരിയാകുന്നില്ലെന്നായിരുന്നു കെ.ടി. ജലീലിന്റെ പരിഹാസം. പി.വി. കുട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കെ.ടി. ജലീൽ നടത്തിയ വെളിപ്പെടുത്തലുകളെ സ്ഥിരീകരിക്കുന്ന തരത്തിലായിരുന്നു ഇന്ന് പി.കെ. ഫിറോസിന്റെ പ്രതികരണങ്ങൾ. ജലീൽ ഉയർത്തിക്കാട്ടിയ ബിസിനസ് സംരംഭങ്ങൾ മാത്രമല്ല, മറ്റ് പല ബിസിനസ് ഇടപാടുകളും തനിക്കുണ്ടെന്ന് പി.കെ. ഫിറോസ് സമ്മതിക്കുന്നു. അതോടൊപ്പം തന്നെ ദുബായിലെ കമ്പനിയിൽ താൻ സെയിൽസ് മാനേജറായി പ്രവർത്തിക്കുന്നു എന്ന കാര്യവും അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടെ ലക്ഷങ്ങൾ തനിക്ക് ശമ്പളമായി കൈപ്പറ്റുന്നുണ്ട്. അതിലെന്താണ് തെറ്റ് എന്നുള്ളതാണ് പി.കെ. ഫിറോസ് ചോദിക്കുന്നത്. പൊതുപ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ബിസിനസ്സും തൊഴിലും ഒക്കെ ചെയ്യണം എന്നുള്ള വളരെ വിചിത്രകരമായ ന്യായങ്ങളായിരുന്നു പി.കെ. ഫിറോസ് ഉയർത്തിക്കാട്ടിയത്. ഇതിലെ ഒരു ധാർമ്മിക പ്രശ്നം മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിലൊരു ധാർമ്മികതയുടെ വിഷയവുമില്ല. ഇക്കാര്യങ്ങൾ എൻ്റെ അക്കൗണ്ട് സംബന്ധിച്ച്, എൻ്റെ ശമ്പളം സംബന്ധിച്ച്, എൻ്റെ ജോലി സംബന്ധിച്ച കാര്യങ്ങൾ എൻ്റെ കമ്പനിയോട് മാത്രമേ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ടതുള്ളൂ, അല്ലാണ്ട് പൊതുസമൂഹത്തിനെയോ മാധ്യമങ്ങളെയോ ബോധ്യപ്പെടുത്തേണ്ട യാതൊരു ആവശ്യകതയില്ലെന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് ഈ ദുബായിലെ വിസ അല്ലെങ്കിൽ ദുബായിലെ ജോബ് കാർഡ് മാത്രമല്ല, തനിക്ക് ലണ്ടനിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഇത്തരത്തിലുള്ള ജോബ് കാർഡുകൾ ഉണ്ടെന്നും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട്, ഈ കെ.ടി. ജലീൽ ഉയർത്തിയ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി.കെ. ഫിറോസ് പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നതാണ് കണ്ടത്. ജലീൽ പറഞ്ഞൊക്കെ ശരിയാണ്. എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇപ്പം ഇതൊക്കെ ഏതായാലും ജലീൽ പറഞ്ഞതല്ലേ. ജലീൽ പറയാത്ത ബിസിനസ്സും ഉണ്ട്. ആ കമ്പനിക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കാണോ പ്രശ്നം? കൈരളിക്കാണോ പ്രശ്നം? എന്തായാലും എന്താ ധാർമ്മികത? ഇനി ഇതും പറയാം. എനിക്ക് ദുബായ് വിസ മാത്രമല്ല, എനിക്ക് അമേരിക്കൻ ബിസിനസ് വിസ ഉണ്ട്, എനിക്ക് UK വിസ ഉണ്ട്, കാനഡ വിസ ഉണ്ട്. അവിടങ്ങളിലെല്ലാം ബിസിനസ് ആവശ്യാർത്ഥം ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഈ കമ്പനി റിവേഴ്സ് ഹവാല നടത്തുന്നില്ല എന്നൊക്കെ പറയുന്നത് ബാലിശമാണ്. ഈ കമ്പനി ഫുഡ് ട്രേഡിംഗ് കമ്പനിയാണ്. അതേസമയം പി.കെ. ഫിറോസിന്റെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ലീഗ് നേതൃത്വം മറുപടി പറയണമെന്ന് കെ.ടി. ജലീൽ ആവശ്യപ്പെട്ടു. കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് പി.കെ. ഫിറോസ് എന്നും കെ.ടി. ജലീൽ പരിഹസിച്ചു. ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ്സുകൾ നടത്താൻ കഴിവുള്ള, എന്നാൽ അതോടൊപ്പം കേരളത്തിൽ യൂത്ത് ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും ചുക്കാൻ പിടിച്ചു നിൽക്കുന്ന ഇദ്ദേഹം ഒരു മായാവി തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ നേതൃത്വം, തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇതിന് മറുപടി പറയണം. യൂത്ത് ലീഗിന്റെ ഒരൊറ്റ ഭാരവാഹിയും സംസ്ഥാന ഭാരവാഹിയും ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിട്ടില്ല.